2023 ഇന്ത്യയിൽ വീശിയ ചുഴലിക്കാറ്റുകൾ. വിവിധ രാജ്യങ്ങൾ ശുപാർശ ചെയ്യുന്ന പേരുകൾ ലോക കാലാവസ്ഥാ സമിതിയാണ് ചുഴലിക്കാറ്റുകൾക്ക് ക്രമപ്രകാരം നൽകുന്നത്. ലോകത്തെ 6 മേഖലാ കാലാവസ്ഥാ സെന്ററുകളും 5 മേഖലാ ട്രോപ്പിക്കൽ സൈക്ലോൺ വാർണിംഗ് സെന്ററുകളും അടങ്ങുന്ന സമിതി മുമ്പാകെ ഈ പേരുകൾ സമർപ്പിക്കും. ചുഴലിക്കാറ്റുകൾ ഏത് പ്രദേശത്ത് വീശുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാനും ഒന്നിൽ കൂടുതൽ ചുഴലിക്കാറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ വേർതിരിച്ചറിയാനുമാണ് നാമകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ചില മാനദണ്ഡങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ട്. ലോക കാലാവസ്ഥാ സമിതി വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ പേരുകളുടെ പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകൂ. ഇന്ത്യ അംഗമായ മേഖലാ സമിതിയിൽ ബംഗ്ലാദേശ്, ഇറാൻ, മ്യാൻമാർ, മാലിദ്വീപ്, ഒമാൻ, പാകിസ്ഥാൻ, ഖത്തർ, സൗദി അറേബ്യ, ശ്രീലങ്ക, തായ്ലൻഡ്, UAE, യമൻ എന്നീ 13 രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. പേരുകൾ രാഷ്ട്രീയം, രാഷ്ട്രീയ വ്യക്തികൾ, മതം തുടങ്ങിയ കാര്യങ്ങളിൽ നിഷ്പക്ഷമായിരിക്കണം. ഏതെങ്കിലും സമൂഹത്തിന്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താനോ അത്യധികം പരുഷമായോ ക്രൂരമായോ സ്വഭാവമുള്ളതാകാനോ പാടില്ല. പേരുകൾ ചെറുതും ഉച്ചരിക്കാൻ എളുപ്പമുള്ളതും 8 അതിൽ കുറവോ അക്ഷരങ്ങളും ആയിരിക്കും. അപ്പോൾ 2023 ഉണ്ടായ ആദ്യത്തെ ചുഴലിക്കാറ്റാണ് മോക്ക. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട 2023 ആദ്യ ചുഴലിക്കാറ്റ് മോക്ക. 2023 മെയ്യിലാണ് ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. പേര് നൽകിയത് യമൻ. ചെങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന യമൻ പട്ടണമായ മോക്കയുടെ പേരാണ് ചുഴലിക്കാറ്റിന് നൽകിയത്. ബംഗ്ലാദേശ്, മ്യാൻമാർ തീരപ്രദേശത്തെയാണ് മോക്ക ചുഴലിക്കാറ്റ് കൂടുതൽ ബാധിച്ചത്. മോക്ക ചുഴലിക്കാറ്റിൽ നാശം വിതച്ച മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കരുണ. അടുത്തത് ബിപോർജോയ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ബിപർജോയ്. രൂപം കൊണ്ടത് 2023 ജൂൺ. ബിപർജോയ് എന്ന വാക്കിന്റെ അർത്ഥം ദുരന്തം. പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശ്. ബിപർജോയ് ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ നാശം വിതച്ചത് ഗുജറാത്ത്. തേജ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട് യമനെ ബാധിച്ച ചുഴലിക്കാറ്റ് തേജ്. തേജ് ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഇന്ത്യ. 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഹമൂൺ. ഹമൂൺ എന്ന വാക്കിന്റെ അർത്ഥം ചതുപ്പ്. ഹമൂൺ എന്ന പേര് നൽകിയ രാജ്യം ഇറാൻ. ബംഗ്ലാദേശിനെയാണ് ഹമൂൺ ചുഴലിക്കാറ്റ് കൂടുതലും ബാധിച്ചത്. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബംഗ്ലാദേശിനെ ബാധിച്ച ചുഴലിക്കാറ്റ് മിഥിലി. മിഥിലി എന്ന വാക്കിനർത്ഥം വലിയ മരം. മിഥിലി എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം മാലിദ്വീപ്. 2023 നവംബറിൽ അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിച്ചൌങ്. പേരിന്റെ അർത്ഥം ശക്തി അഥവാ പിൻവാങ്ങൽ. മിച്ചൌങ് എന്ന പേര് നിർദ്ദേശിച്ചത് മ്യാൻമാർ. ബാധിച്ചത് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്.